Hi. Last month, I went for a hike, and these are the 3 things that I have learned. First one, ഞങ്ങൾ മെയ് 30 ആയിരുന്നു വി വെർ സപ്പോസ് ടു ഹൈക്ക്. ആൻഡ് വെൻ വി റീച്ച് ദ ബിഗിനിങ് പോയിന്റ്, അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ പോയിന്റ് അന്നത്തെ ദിവസം ക്ലോസ്ഡ് ആണ്. സോ വി ഹാഡ് ടു ലിറ്ററലി ചേഞ്ച് അവർ ഹോൾ പ്ലാൻ ടു ദ നെക്സ്റ്റ് ഡേ. So remember to have some buffer time when you plan your itinerary. Second one, during the hike, ഞാൻ ലിറ്ററലി കണ്ടു ഒരു 10 വയസ്സുള്ള കൊച്ചു എന്നേക്കാളും ഫാസ്റ്റായിട്ട് പോകുന്നത്. ആദ്യമൊക്കെ എനിക്ക് കുറച്ച് ബാഡായിട്ട് ഫീൽ ചെയ്തു, കാരണം ആ കൊച്ചിനുള്ള അത്രയും പോലത്തെ എനർജിയിലും സ്റ്റാമിനയിലും എനിക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്തിട്ട്. അതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ എന്നെ കുറച്ച് പുഷ് ചെയ്തു. ബട്ട് ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് മൈ എനർജി വാസ് കംപ്ലീറ്റ്ലി ഔട്ട്. സോ റിമെമ്പർ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് എ റേസ്. You just have to go based on how your body allows. Third and most important part, this was our destination, but it is really important not only focus on the destination but also enjoy the journey. കാരണം നമ്മളൊരു പോയിന്റ് ഓഫ് ടൈമിൽ, എസ്പെഷ്യലി ഒരു ലോങ് ടൈം ഹൈക്ക് ആണ് എന്നുണ്ടെങ്കിൽ, നമ്മൾ ഡെസ്റ്റിനേഷൻ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് പോകുമ്പോഴത്തേക്ക് നമ്മുടെ എനർജി ഡ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്ക് ഒരൊറ്റ മൈൻഡേ കാണുള്ളൂ, ഇതെപ്പോൾ തീരും, നമ്മളെപ്പോൾ എത്തും, അത് മാത്രമേ നമ്മുടെ മൈൻഡിൽ കാണുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ആ പ്രോസസ്സ് എൻജോയ് ചെയ്യാനായിട്ട് മിസ് ഔട്ട് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. സോ ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു എൻജോയ് ദ ജേർണി, ബിക്കോസ് ദ ജേർണി ആക്ച്വലി ലുക്ക് ലൈക്ക് ദിസ്. Hope it helps.